പത്രോസിനെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് പറയുക. പത്രോസ് ഉടനെ അങ്ങാണെങ്കിൽ എന്ന് പറഞ്ഞ് തൻ്റെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷൻ ഇടുന്നുണ്ട്. പത്രോസ് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുമല്ലോ, എല്ലാ കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കും. ചിലതൊക്കെ നന്നാകാറുണ്ട്, ചിലതൊക്കെ പാളിപ്പോകാറുണ്ട്. അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഭാഗം പറയുന്ന സ്ഥലത്ത് പാളിപ്പോകുന്നുണ്ട്. അങ്ങാണെങ്കിൽ ഈശോ പറയാണ്, ഞാനാണ് ഏകോ എയ്മി ഞാനാണ്, ഭയപ്പെടണ്ട എന്ന് മുൻപിൽ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ട് പോലും പത്രോസ് അങ്ങാണെങ്കിൽ എന്നൊരു സംശയത്തിൻ്റെ ധ്വനി വെച്ച് പറയുകയാണ്. അപ്പോഴാണ് മുങ്ങിത്താഴാൻ പോകുന്നത്. പക്ഷേ മുങ്ങിത്താഴാൻ പോയപ്പോഴും പത്രോസിന് ടൈമിങ് കിട്ടി. ദൈവത്തെ വിളിക്കാനായിട്ടുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ചാപ്പലിൻ്റെ അൾത്താരയിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രമാണ്. പത്രോസ് മുങ്ങിത്താഴാൻ പോകുമ്പോൾ പിന്നെ പത്രോസിൻ്റെ ശിരസ്സും കൈകളും മാത്രം മുകളിൽ കാണത്തക്ക വിധത്തിൽ കൈകളിങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. മുങ്ങിത്താഴാൻ പോകുമ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, സ്വർഗത്തിൽ വാഴും എന്നൊക്കെ പ്രാർത്ഥനയൊക്കെ പാടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കരമിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്, പണ്ടൊക്കെ ഇല്ലേ ഒരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ അതിൻ്റെ മുൻപേ ഹാൻഡ്സപ്പ് എന്ന് പറയും. ഹാൻഡ്സപ്പ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തുന്നത് അത് കീഴടങ്ങുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പത്രോസ് ഇങ്ങനെ മുങ്ങിത്താഴാൻ പോകുന്നവൻ്റെ ചിത്രം ഇതാണല്ലോ, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, ശിരസ് മാത്രം മുകളിൽ. അപ്പോൾ വേറെ വഴിയില്ല. കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ, ഈ വിളിയിലാണ് നടന്നു പോകാൻ ഭാവിച്ചവൻ നിന്നത്.